വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ചുമരിൽ ചാരിയിരുന്ന വാച്ചറുടെ മൃതശരീരം അപ്രത്യക്ഷമായിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ പോയി തിരികെ എത്താൻ പുഷ്പരാജ് വെറും 5 മിനിറ്റിൽ കൂടുതൽ എടുത്തില്ല. മുറിയിൽ വെച്ച് തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചവനെ ഒരുപക്ഷെ വാച്ചർ കണ്ടിരിക്കാൻ ഇടയുണ്ട്. അക്കാരണത്താലാവണം വാച്ചർ കൊല്ലപ്പെട്ടതെന്ന് പുഷ്പരാജ് നിശ്ചയിച്ചു. എങ്കിലും അടുത്തെവിടെയെങ്കിലും കാണാതിരിക്കയില്ലെന്ന് അദ്ദേഹം ഊഹിച്ചു. തോട്ടത്തിൽ ഒരു തിരച്ചിൽ നടത്താൻ തന്നെ തീരുമാനിച്ചു. മതിൽക്കെട്ടിനുള്ളിൽ വളർന്നു നിൽക്കുന്ന ചെടികളുടെ ഇടയിലൂടെ അദ്ദേഹം തന്റെ സൂട്ട് കേസുമായി നടന്നു. തോട്ടത്തിന്റെ പടിഞ്ഞാറെ അതിർത്തി ഒരു പ്രശസ്ത ബാങ്ക് കെട്ടിടവുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ കെട്ടിടത്തിന്റെ മേൽഭാഗത്തേക്ക് കണ്ണോടിച്ചപ്പോൾ അതിനിടയിൽ ഒരു ഓട കാണുമെന്ന് അകലം കൊണ്ട് പുഷ്പരാജിന് തോന്നി. ചുവരിനോട് ചേർന്നുകൊണ്ട് അദ്ദേഹം ഓടയുടെ അടുത്തേക്ക് നടന്നു. വൃത്തികെട്ട ഗന്ധം ഓടയിൽ നിന്നും വമിച്ചുകൊണ്ടിരുന്നു. രണ്ടു കെട്ടിടങ്ങളുടെയും ഇടയ്ക്കുള്ള ഇരുളടഞ്ഞ ഭാഗത്ത് ചെന്ന് അദ്ദേഹം ടോർച്ച് തെളിച്ചു നോക്കി. ആരോ കമിഴ്ന്നു കിടപ്പുണ്ട്. 6 ഇഞ്ച് കനത്തിൽ മാലിന്യം ഉറഞ്ഞു കൂടിക്കിടക്കുന്ന ആ സ്ഥലത്ത് ജീവനുള്ള ഒരു ജന്തു പോലും കമിഴ്ന്നു കിടക്കയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പരിസര പ്രദേശത്ത് ആരും തന്നെയില്ലെന്ന് ബോധ്യം വരുത്തിയ ശേഷം അദ്ദേഹം മതിൽ ചാടി പുറത്തിറങ്ങി റോഡിൽ കൂടി വടക്കു ഭാഗത്തേക്ക് നടക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു ടാക്സി വഴിയിൽ കിടക്കുന്നത് കണ്ട് ആ കാറിനടുത്തെത്തി. ഡ്രൈവർ പിൻസീറ്റിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ട് അയാളെ പുഷ്പരാജ് തട്ടി ഉണർത്തി. ഇന്ന് പോകുന്നില്ല, ഉറക്കം വരുന്നു, അവൻ അലക്ഷ്യഭാവത്തിൽ പറഞ്ഞു. എനിക്ക് വളരെ അർജന്റാണ്, പുഷ്പരാജ് നിർബന്ധിച്ചു. അർജന്റ് ആണെങ്കിലും സാധ്യമല്ല, അവൻ തീർത്തു പറഞ്ഞു. ശരി, ഞാൻ ഓടിക്കാം, എവിടെ സ്വിച്ച് കീ, അദ്ദേഹം നയത്തിൽ ചോദിച്ചു. അവൻ പിൻസീറ്റിൽ നിന്ന് എഴുന്നേൽക്കാതെ പുഷ്പരാജിന്റെ മുഖത്തേക്ക് നോക്കിയ ശേഷം എളിയിൽ നിന്ന് താക്കോൽ എടുത്തു കൊടുത്തു. വാതിൽ തുറന്ന് സൂട്ട് കേസ് ഉള്ളിൽ വെച്ച് പുഷ്പരാജ് കാർ സ്റ്റാർട്ടാക്കി. പോലീസ് സ്റ്റേഷനിൽ വിവരം ധരിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ബ്രോഡ്വേയിൽ കൂടി കാർ അടക്കോട്ട് നീങ്ങി. ഒരു പബ്ലിക് ഓഫീസിൽ എത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. വഴിയിൽ യാതൊന്നും കാണാതെ വന്നപ്പോൾ അദ്ദേഹം നേരെ സർക്കിൾ ഇൻസ്പെക്ടർ വീട്ടിലേക്ക് കാർ വിട്ടു. ഹലോ, കണ്ണു തിരുമ്പി ഉണർന്നു വന്നയുടനെ ഇൻസ്പെക്ടർ ചോദിച്ചു. ഹോട്ടൽ സൈക്കോയുടെ പടിഞ്ഞാറ് വശത്തുള്ള ഓടയിൽ ഒരു ശവശരീരം കിടപ്പുണ്ട്. അത് ഹോട്ടൽ വാച്ചറുടേതാണെന്ന് ഞാൻ സംശയിക്കുന്നു. വളരെ വേഗം അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം, പുഷ്പരാജ് വിവരം ധരിപ്പിച്ചു. ഇൻസ്പെക്ടർ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. മൃതശരീരം അവിടെ നിന്നും നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ നീക്കുവാനുള്ള ഏർപ്പാടുകൾ പൂർത്തിയാക്കി. കാണാതായ മെറ്റിൽഡ എന്ന യുവതിയുടെയും ഇതുമായി ബന്ധമുണ്ടെന്നാണോ താങ്കൾ കരുതുന്നത്, ഇൻസ്പെക്ടർ ചോദിച്ചു. നടന്ന വസ്തുതകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയാവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുന്നുണ്ട്. ഹോട്ടൽ സൈക്കോയെ കുറിച്ച് ഞാൻ വളരെ വിശദമായി പഠിക്കുകയുണ്ടായി, പുഷ്പരാജ് തുടർന്നു. സമയം രാത്രിയുടെ 2-ാം യാമം പിന്നിട്ട് കഴിഞ്ഞെങ്കിലും ഇൻസ്പെക്ടർക്ക് പുഷ്പരാജിന്റെ ആഗമനം ജിജ്ഞാസയുളവാക്കി. വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ പുഷ്പരാജ് ഇടപെടാറുള്ളൂ എന്ന് ഇൻസ്പെക്ടർക്ക് വളരെ മുമ്പ് തന്നെ അറിയാമായിരുന്നു. ഒരു കച്ചിത്തുരുമ്പ് പോലെ നിസ്സാരമാക്കി തള്ളുന്ന പല നേരിയ തെളിവുകൾ വെച്ച് കണ്ടുപിടിക്കപ്പെടാത്ത പല കേസുകൾക്കും അദ്ദേഹം അറുതി വരുത്തി പോലീസിനെ സഹായിച്ചിട്ടുണ്ട്. ഒരാൾ ഉപയോഗിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ, ലഹരി വസ്തുക്കൾ, സിഗരറ്റ്, അയാൾ ഇഷ്ടപ്പെടുന്ന പ്രസിദ്ധീകരണങ്ങൾ, ഇവ വെച്ച് സ്വഭാവം നിർണ്ണയിക്കുവാൻ പുഷ്പരാജിന് അസാമാന്യ കഴിവുണ്ടായിരുന്നു. ഒരു അഡ്മിറൽ സ്പെഷ്യൽ ചുരുട്ടിന്റെ പുറത്തെ സെല്ലോഫൈൻ കവറിന്റെ മാത്രം തെളിവിൽ പിടിച്ചു കയറി ഒരു വലിയ ബാങ്ക് കൊള്ള അദ്ദേഹം അടുത്ത കാലത്ത് കണ്ടുപിടിച്ചു. ഒരേ രീതിയിൽ അത് ചുരുട്ടി ഒരു കെട്ടുണ്ടാക്കി എറിയുന്ന സ്വഭാവം ഉണ്ടായിരുന്ന ബാങ്കിലെ ക്യാഷ്യറെ തന്നെ അദ്ദേഹം ഒടുവിൽ അറസ്റ്റ് ചെയ്തു. വേസ്റ്റ് പേപ്പർ ഇടുന്ന കൂടയിൽ നിന്നാണ് അദ്ദേഹം അതിനുള്ള തെളിവുകൾ കണ്ടെടുത്തത്. ഹോട്ടൽ സൈക്കോയിൽ ഇതിനു മുമ്പ് താമസിച്ചിരുന്ന 2 യുവതികൾ കൂടി അപ്രത്യക്ഷമായതിന്റെ തെളിവുകൾ ഞാൻ കണ്ടുപിടിച്ചു. പുഷ്പരാജ് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് സിഗാർ ലൈറ്റർ കത്തിച്ചു. ഫ്ലാസ്കിൽ എപ്പോഴും കരുതി വെക്കാറുള്ള ചൂടുള്ള കാപ്പി ഇൻസ്പെക്ടർ കപ്പിൽ പകർന്ന് മേശപ്പുറത്ത് വെച്ചു. ആവി ഉയർന്നുകൊണ്ടിരിക്കുന്ന കാപ്പിയിൽ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് പുഷ്പരാജ് കുറെ സമയമിരുന്നു. നഗരത്തിലെ പ്രസിദ്ധമായ ഹോട്ടലിൽ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പുഷ്പരാജ് പ്രസ്താവിച്ചപ്പോൾ ഇൻസ്പെക്ടർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. 3 മാസം മുമ്പ് ബോംബെയിൽ നിന്ന് നൃത്തം ചെയ്യാനെത്തിയ ഒരു ക്യാബറെ നർത്തകി അവിടെ വെച്ച് അപ്രത്യക്ഷയായിട്ടുണ്ട്. ഏതോ വീര്യം കൂടിയ ലഹരി പദാർത്ഥം ഡോസ് കൂടുതൽ കഴിച്ച് അവൾ മരിച്ചുപോയി. പുറത്തറിയാതെ മൃതശരീരം നീക്കം ചെയ്തു എന്നാണ് ഞാൻ രഹസ്യമായി അറിഞ്ഞത്. പക്ഷേ എന്റെ ഇപ്പോഴത്തെ സംശയം അവളെ ആരോ വധിച്ചു എന്നാണ്. ഇപ്പൊ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മെറ്റിൽഡയെ കണ്ടുമുട്ടിയാൽ വിവരങ്ങൾക്കൊരു തീരുമാനമുണ്ടാകുമായിരുന്നു.
പുഷ്പരാജ് കാപ്പി കപ്പ് കയ്യിലെടുത്തുകൊണ്ട് വീണ്ടും ആലോചനാമഗ്നനായിരുന്നു. ജാക്സൺ എന്തു പറയുന്നു? അദ്ദേഹം പെട്ടെന്ന് ഇൻസ്പെക്ടറോട് ചോദിച്ചു. അയാൾ പഴയ പല്ലവി ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിൽ കൂടുതലൊന്നും അറിഞ്ഞുകൂടെന്ന് അയാൾ പറയുന്നു. മെറ്റൽഡ അപ്രത്യക്ഷയായെങ്കിൽ എവിടെയെങ്കിലും കാണണ്ടേ? അതോ അവളെ കൊന്ന് കായലെറിഞ്ഞതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കൊല്ലേണ്ട ആവശ്യം? ഇൻസ്പെക്ടർ ചോദിച്ചു. മെറ്റൽഡയെ കാണാതായ ദിവസം അവർ രണ്ടുപേരും കൂടി കായൽ തീരത്തുള്ള മതിലിനരികിൽ വെച്ച് കണ്ടവരുണ്ട്. അന്ന് കായൽ നികത്തിയിരിക്കുന്നത് പോലെ അല്ല താനും. ആരെങ്കിലും തള്ളിയിട്ട ചെളിയിൽ താണു പോവുകയുള്ളൂ. ഞാൻ സൂചിപ്പിച്ച മാച്ചർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമായിരിക്കണം, അല്ലെങ്കിൽ അയാൾ വധിക്കപ്പെടുകയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹോട്ടലിൽ തന്നെ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ മേശ തുറന്ന ഒരു ചെറിയ ഡയറി കയ്യിലെടുത്തുകൊണ്ട് പുഷ്പരാജിന്റെ സമീപത്തേക്ക് വന്നു. ഇതാ നോക്കൂ. ഇൻസ്പെക്ടർ പേജുകൾ മറിച്ച ഒരു പ്രത്യേക ഭാഗം പുഷ്പരാജിന്റെ നേരെ നീട്ടി. വളരെ ചെറിയ ലിപികൾ എഴുതിയിട്ടുള്ള ആ പേജിൽ പുഷ്പരാജ് സൂക്ഷിച്ചു നോക്കി. ആരാണ് ഈ ഫാൻസി വില്യം? അദ്ദേഹം ചോദിച്ചു. 2 മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഓഗസ്റ്റ് 8-ാം തീയതി ബുധനാഴ്ച, ഹോട്ടൽ സൈക്കോയിലെ 13-ാം നമ്പർ മുറിയിൽ വെച്ച് ഒരു യുവതി കൊല്ലപ്പെട്ടിട്ടുള്ളതായി രഹസ്യമായ ഒരു അറിവ് ലഭിച്ചു. പക്ഷെ അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആത്മഹത്യ എന്നായിരുന്നു. അവിടെ നടന്നിട്ടുള്ള പല മരണങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയായി ചിത്രീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഡോക്ടറോട് അതേക്കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അത് മാത്രമേ ചെയ്യുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഈ അവസരത്തിൽ ഫോൺ ബെൽ തുടരെ തുടരെ മുഴങ്ങാൻ തുടങ്ങി. സർക്കിൾ ഇൻസ്പെക്ടർ അടുത്ത മുറിയിലേക്ക് പോയി. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ വളരെയധികം ധൃതി കാണിച്ചിരുന്നു. ഉടൻ പുറപ്പെടണം. ജയിലിൽ കിടന്ന ജാക്സൺ മരിച്ചിരിക്കുന്നു. അദ്ദേഹം വസ്ത്രം മാറുന്നതിനിടയിൽ പിറുപിറുത്തു. ജാക്സൺ മരിച്ചുപോയെന്നോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ വിഷാദം നിറഞ്ഞ മുഖത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പുഷ്പരാജ് അമ്പരപ്പോടെ ചോദിച്ചു. അതെ, ഉടൻ തന്നെ നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം, ഇൻസ്പെക്ടർ വേഷം മാറുന്നതിനിടയ്ക്ക് പറഞ്ഞു. രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് ജീപ്പിൽ പുറപ്പെട്ടു. സ്റ്റേഷന്റെ പടിക്കൽ ജീപ്പ് നിർത്തിയ ശേഷം ഇൻസ്പെക്ടർ നേരെ ജാക്സൺ കിടന്ന ജയിൽ മുറിയുടെ നേർക്ക് നടന്നു. സബ് ഇൻസ്പെക്ടറും 2 പോലീസുകാരും വാതിൽക്കൽ തന്നെ നിന്നിരുന്നു. എപ്പോഴാണ് അയാൾ മരിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞത്? സർക്കിൾ സബ് ഇൻസ്പെക്ടറോട് ചോദിച്ചു. അല്പം മുമ്പ് മാത്രമാണ് അറിഞ്ഞത്. കേശവൻ നായരാണ് വിവരം എന്നെ അറിയിച്ചത്. ഇൻസ്പെക്ടർ തലനരച്ച ഹെഡ് കോൺസ്റ്റബിളിന്റെ മുഖത്തേക്ക് നോക്കി. അന്ന് രാത്രിയിൽ ഡ്യൂട്ടി നോക്കിയിരുന്ന അയാൾ വരാൻ പോകുന്ന സസ്പെൻഷനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മൂകനായി നിന്നിരുന്നു. എന്താണ് കേശവൻ നായരെ ഉണ്ടായത്? ഇൻസ്പെക്ടർ അല്പം ഉയർന്ന സ്വരത്തിൽ ചോദിച്ചു. അരമണിക്കൂർ മുമ്പ് ഒരു അലർച്ച കേട്ടു. ഞാൻ കുറെ അരിയർ ബില്ലുകൾ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത മുറിയിൽ കിടക്കുന്ന പിള്ളയാണെന്നാണ് ഞാൻ കരുതിയത്, കേശവൻ നായർ പതറിയ ശബ്ദത്തിൽ പറയാൻ തുടങ്ങി. അടുത്ത മുറിയിലെ പിള്ള എന്ന പോക്കറ്റടിക്കാരനെ കൊണ്ടുവന്നിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. അവനെ ക്രോസ് ചെയ്തതിന്റെ വെളിച്ചത്തിൽ അതുവരെ പിടികിട്ടാതിരുന്ന ചില മോഷണങ്ങളുടെ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞു. പക്ഷെ അയാൾക്ക് ഞരമ്പ് സംബന്ധമായ ഒരു രോഗം ജന്മനാലെ ഉണ്ടായിരുന്നു. ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രം ഉണ്ടാകാറുള്ള ചില അപശബ്ദങ്ങൾ. ആരും ഭയന്നു പോകുന്ന തരത്തിലുള്ള അലർച്ചയാണ് അയാളിൽ നിന്നും സാധാരണ പുറപ്പെടുന്ന ശബ്ദം. പരിചയമില്ലാത്തവരാണെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും എഴുന്നേൽക്കാൻ മടിക്കും. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആ ശബ്ദം പരിചിതമാണ്. അതുകൊണ്ടാണ് കേശവൻ നായർ മൗനം പൂണ്ടത്. എന്നാൽ പിന്നീട് കൈകാലിട്ടടിക്കുന്ന ഒരു ശബ്ദം കേട്ടപ്പോ ഞാൻ എണീറ്റ് പോയി നോക്കി. അപ്പോ പുതിയ പുള്ളിയുടെ വായിൽ നിന്ന് രക്തം വരുന്നതും അയാൾ കമിഴ്ന്നു കിടന്ന് കാലുകൾ നിലത്തടിക്കുന്നതും കണ്ടു. ഞാൻ മുറി തുറന്ന് ഉള്ളിൽ കടന്നപ്പോൾ അയാളുടെ കൃഷ്ണമണികൾ മറിഞ്ഞിരുന്നു. കേശവൻ നായർ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞ ശേഷം മറന്നുപോയതെന്തോ ഓർമ്മിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ ഭാവിച്ചു. നിങ്ങൾ എത്ര മണിക്കാണ് ചാർജ് ഏറ്റെടുത്തത്? പുഷ്പരാജ് കേശവൻ നായരോട് ചോദിച്ചു. 7 മണിക്ക്. അതിനുശേഷം വിസിറ്റേഴ്സ് ആരെങ്കിലും എവിടെ വന്നിരുന്നുവോ? ആരും വന്നതായി തോന്നുന്നില്ല. ഇല്ല, വന്നിട്ടില്ല. നിങ്ങൾ അല്പസമയമെങ്കിലും ഉറങ്ങുകയുണ്ടായോ? ഇല്ല. നിങ്ങൾ എവിടെയാണ് ഇരുന്നിരുന്നത്? അതാ അവിടെ. വാതിലിനോട് ചേർന്ന് കിടന്നിരുന്ന മേശ അയാൾ ചൂണ്ടിക്കാണിച്ചു. പുറത്തേക്കുള്ള ഗേറ്റിന് നേരെയായിരുന്നു ആ വാതിൽ. റോഡിൽ കൂടി നടന്നു പോകുന്നവരെ അവിടെ ഇരുന്നാൽ ശരിക്കും കാണാമായിരുന്നു. ഗേറ്റിന്റെ കിഴക്കുവശത്തായി ഒരു ബോഗൻവില്ല താഴ്ച വളർന്ന് അർദ്ധവൃത്താകാരമായി പിടിപ്പിച്ച വളഞ്ഞ കമ്പികളിൽ പടർന്നു കിടന്നിരുന്നു. തുരുമ്പ് പിടിച്ച ഗേറ്റുകളിൽ ഒന്നിന്റെ കൊളുത്തൊടിഞ്ഞ് നിലത്ത് അമർന്നിരുന്നു. ഈ കാണുന്ന ഗേറ്റിൽ കൂടിയല്ലാതെ വേറെ ഏതെങ്കിലും വഴിയിൽ കൂടി ഉള്ളിൽ കിടക്കുവാൻ മാർഗമുണ്ടോ? പുഷ്പരാജ് പരിസരത്തിൽ ഒരു വിശദ വീക്ഷണം നടത്തിയ ശേഷം ചോദിച്ചു. ഇല്ല, ഈ വാതിലിൽ കൂടിയേ ഉള്ളിൽ കടക്കാൻ മാർഗമുള്ളൂ. താങ്കളെ കൂടാതെ ഡ്യൂട്ടിയിൽ ആരൊക്കെയുണ്ട്? 4 പേരുണ്ട്. മറ്റുള്ളവരിൽ 2 പേർ പിന്നിലാണ്. ആരും ഡ്യൂട്ടിയിൽ അജാഗ്രത പാലിച്ചിട്ടില്ല.
വിശേഷവിധിയായി എന്തെങ്കിലും സംഭവിച്ചതായി ഓർമ്മിക്കുന്നുണ്ടോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. പുഷ്പരാജ് ടോർച്ച് കൊണ്ട് ഗേറ്റിലും അതിനുശേഷമുള്ള പടവുകളിലും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇവിടെ ഷൂസ് ഇട്ട് ആരെങ്കിലും കടന്നു വരികയുണ്ടായോ? പുഷ്പരാജ് മുറ്റത്ത് പരിശോധിച്ചുകൊണ്ട് ചോദിച്ചു. ഷൂസ് ഇട്ട് ഒരു ജീപ്പ് ഗേറ്റിൽ 2 മണിയായപ്പോ വന്നു നിന്നു. അതിനുള്ളിൽ നിന്നും ഒരാൾ ഉള്ളിലേക്ക് ലൈറ്റ് അടിച്ചു നോക്കി. അയാൾ വരാന്ത വരെ വന്നു, പിന്നീട് പോവുകയും ചെയ്തു. കേശവൻ നായർ മറുപടി നൽകി. അയാൾ നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുകയുണ്ടായോ? ഇവിടെ തടങ്കലിൽ കിടക്കുന്ന മെഡിക്കൽ ഏജന്റിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. നിങ്ങൾ അനുമതി നൽകിയോ? സർക്കിൾ ഇൻസ്പെക്ടർ പെട്ടെന്ന് ചോദിച്ചു. ഇല്ല, നൽകിയില്ല. സർക്കിൾ ഇൻസ്പെക്ടറുടെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. അതിനുശേഷം അയാൾ ഇറങ്ങി പോകുന്നത് നിങ്ങൾ കാണുകയുണ്ടായോ? കേശവൻ നായർ കുറെ സമയം മറുപടി നൽകിയില്ല. ഈ അവസരത്തിൽ പുഷ്പരാജ് സ്റ്റേഷൻ മുറിക്കുള്ളിൽ കടന്ന് കേശവൻ നായർ എഴുതിക്കൊണ്ടിരുന്ന മേശയുടെ അടുത്തെത്തി മേശപ്പുറത്ത് സൂക്ഷിച്ചു നോക്കി. പുഷ്പരാജ് അന്വേഷിച്ചു. നിങ്ങൾ ഉറങ്ങുകയുണ്ടായോ? ഇല്ല, ഉറങ്ങിയില്ല സർ. ജീപ്പിൽ വന്നയാൾ വരാന്ത വരെ വന്നിരുന്നു. അയാൾ വന്നയുടനെ നിങ്ങൾ എണീറ്റ് പുറത്തു വന്നുവോ? ഇല്ല. അയാൾ നിങ്ങളുടെ മുഖത്തേക്ക് ടോർച്ച് തെളിക്കുകയുണ്ടായോ? ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. അതിന് 2-3 നിമിഷങ്ങളോളം കേശവൻ നായർ മറുപടി പറഞ്ഞില്ല. ഒരു ചോദ്യവും കൂടി. പുഷ്പരാജ് പോക്കറ്റിൽ നിന്നും സിഗരറ്റ് കേസ് എടുത്ത് സാവധാനത്തിൽ തുറന്ന് ഒരു സിഗരറ്റ് എടുത്ത് കയ്യിലിട്ട് തിരിച്ചുകൊണ്ടിരുന്നു. എന്താണ് സർ? കേശവൻ നായരുടെ കണ്ണുകൾ പുഷ്പരാജിന്റെ നേരെ തിരിഞ്ഞു. അയാൾ ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? സത്യം പറഞ്ഞാ മതി. പുഷ്പരാജ് കേശവൻ നായരുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു. ഇല്ല, ഞാൻ കണ്ടില്ല. ഒടുവിൽ അയാൾ സമ്മതിച്ചു. വന്നു കയറിയ ആൾ നിങ്ങളുടെ മുഖത്തേക്ക് ലൈറ്റ് അടിച്ചു അല്ലേ? പുഷ്പരാജ് വീണ്ടും ചോദിച്ചു. ഉവ്. ഇനി നമുക്ക് ജാക്സന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ബാക്കി വിവരങ്ങൾ മനസ്സിലാകും. ഇത്രയും പറഞ്ഞ ശേഷം പുഷ്പരാജ് പുറത്തേക്ക് ഇറങ്ങി. ഈ അവസരത്തിൽ അകലെ നിന്ന് ഒരു വാഹനത്തിന്റെ മുൻപിലുള്ള ലൈറ്റിന്റെ പ്രകാശം അന്തരീക്ഷത്തിൽ തങ്ങി നിന്ന ജലകണങ്ങളുടെ ഇടയിലൂടെ ഒരു അസ്ത്രം പോലെ അവരുടെ നേർക്ക് പാഞ്ഞെടുത്തുകൊണ്ടിരുന്നു. സ്റ്റേഷന്റെ മുൻവശത്ത് അടുത്തായി അത് ബ്രേക്ക് ഇട്ട് നിന്നു. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് വേഗം ഓടി വഴിയിലെത്തി. അദ്ദേഹത്തിന്റെ പിന്നാലെ സർക്കിൾ ഇൻസ്പെക്ടറും ഇറങ്ങിച്ചെന്നു. ഇതിനിടെ അവിടെ വന്നു നിന്ന വാഹനം പെട്ടെന്ന് സ്റ്റാർട്ടാക്കി കിഴക്ക് വശത്തേക്ക് ഓടിച്ചുപോയി. വരൂ, നമുക്കതിനെ പിന്തുടരണം. പുഷ്പരാജ് ചാടി ജീപ്പിനുള്ളിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ലൈറ്റ് ഇടാതെ അദ്ദേഹം മുന്നിലോടി അകന്നുകൊണ്ടിരിക്കുന്ന ചുവന്ന വെളിച്ചത്തെ അനുധാവനം ചെയ്തു. ആദ്യം കണ്ട കവലയ്ക്ക് അടുത്തെത്തിയപ്പോൾ വാഹനം വലതുവശത്തേക്ക് തിരിഞ്ഞു. വിജനമായ പാതയിൽ കൂടി അത് മുന്നോട്ട് സാമാന്യ വേഗതയിൽ ഓടിക്കൊണ്ടിരുന്നു. ഹോട്ടൽ സൈക്കോയുടെ വാതിൽക്കൽ പെട്ടെന്ന് ജീപ്പ് നിന്നു. അതിനുള്ളിൽ നിന്ന് ആരോ ഇറങ്ങി ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പോകുന്നത് അവർ കണ്ടു. അതാ ആരോ ഹോട്ടലിലേക്ക് കയറി പോകുന്നു. വളരെ ഉയരമുള്ള ഒരാളാണ്. നമുക്ക് അതാരാണെന്ന് കണ്ടുപിടിക്കണം. പുഷ്പരാജ് ആക്സിലേറ്ററിൽ കാലമർത്തി. വലത്തോട്ട് തിരിച്ച ജീപ്പ് ഹോട്ടലിന്റെ വാതിൽക്കൽ എത്തിയതും അവിടെ കിടന്നിരുന്ന വാഹനം കായലിനോട് ചേർന്ന് നിന്ന വീതി കൂടിയ വഴിയെ വടക്കോട്ട് പോയതും ഒപ്പമായിരുന്നു. ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി പുഷ്പരാജ് ഹോട്ടലിലേക്ക് ഓടി. ഗോവണിയുടെ ചുവട്ടിലെത്തിയപ്പോൾ ഒരു നിഴൽ അടുത്ത മുറിയിലേക്ക് നീങ്ങുന്നത് അദ്ദേഹം കണ്ടു. ഒട്ടും സമയം പാഴാക്കാതെ അദ്ദേഹം അടയാൻ തുടങ്ങിയ സ്പ്രിംഗ് ഡോർ വലിച്ചു തുറന്നുകൊണ്ട് അകത്ത് പ്രവേശിച്ചു. മുറിക്കുള്ളിൽ അന്ധകാരം നിറഞ്ഞിരുന്നു. അദ്ദേഹം ടോർച്ച് പോക്കറ്റിൽ നിന്നെടുത്ത് മുറിക്കുള്ളിൽ തെളിച്ചു നോക്കി. പക്ഷേ മുറി ശൂന്യമായിരുന്നു. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് ഹോട്ടലിന്റെ അടിയിലുള്ള ഇരുൾ നിറഞ്ഞ മുറിയിൽ പ്രവേശിച്ചപ്പോൾ നിമിഷങ്ങൾക്ക് മുമ്പ് അതിനുള്ളിൽ പ്രവേശിച്ച ആൾ അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. കയ്യിൽ എപ്പോഴും കൊണ്ടു നടക്കാറുള്ള തന്റെ ചെറിയ ടോർച്ച് തെളിച്ച് അദ്ദേഹം മുറിക്കുള്ളിൽ ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തി. മുറിയുടെ ഒത്ത നടുവിലായി ഒരു മേശയും ചുറ്റും 4 കസേരകളും ഒരു വശത്തായി ചുവരിനോട് ചേർന്ന് വീതിയുള്ള ഒരു കട്ടിലും അതിനടുത്തൊരു ചെറിയ അലമാരയും ഉണ്ടായിരുന്നു. ചുവരിൽ 4 ഭാഗത്തും ഓരോ എണ്ണ ഛായാചിത്രങ്ങളും തൂക്കിയിരുന്നു. ഓരോ ചിത്രത്തിന്റെ അടുത്തും അദ്ദേഹം പോയി നോക്കി. 4 ചിത്രങ്ങളും നഗ്നകളായ 4 യുവതികളുടെ പലതരത്തിലുള്ള പോസുകളായിരുന്നു. അതിൽ അഭിമുഖമായി തിരിഞ്ഞു നിൽക്കുന്ന വിധത്തിൽ വരച്ചിരുന്ന ചിത്രം അദ്ദേഹത്തിന്റെ കണ്ണുകളെ പിടിച്ചു നിർത്തി. ടോർച്ചിന്റെ പ്രകാശത്തിൽ ആ ചിത്രത്തിൽ ഒരു നിഴൽ കണ്ടു. ഇടത്തെ മാറിടത്തിലെ മുലഞ്ഞെട്ടിന്റെ നിഴൽ മേൽഭാഗത്തേക്ക് ടോർച്ചിന്റെ ലക്ഷ്യം മാറുന്നതനുസരിച്ച് നീങ്ങുന്നത് കണ്ട് അദ്ദേഹം കുറെ സമയം അത്ഭുതത്തോടെ നോക്കി നിന്നു. ചുവരിൽ പതിഞ്ഞിരിക്കുന്ന ആ ചിത്രത്തിനടുത്തെത്തി അദ്ദേഹം അതിൽ കൂടി കൈപ്പത്തിക്കൊണ്ട് തടവി മുലഞ്ഞെട്ടിന്റെ ഭാഗത്ത് വന്നപ്പോൾ കൈ തടഞ്ഞു. അതൊരു ബട്ടൺ പോലെ ഉയർന്നിരുന്നു. അതിൽ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് അദ്ദേഹം തിരിച്ചു. പിന്നീട് താഴേക്ക് അമർത്തി. അടുത്ത നിമിഷം അദ്ദേഹം നിന്നിരുന്ന തറ താഴേക്ക് താണു. ഒരു ലിഫ്റ്റിൽ കൂടി എന്നോണം അദ്ദേഹം താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. ഉദ്ദേശം 15 അടി താഴേക്ക് പോയപ്പോൾ അത് നിന്നു.
ഒരു ഇടുങ്ങിയ മുറിയുടെ മുന്നിലാണ് താൻ നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. മുകളിലേക്ക് ഒരു തവണ ശ്രദ്ധിച്ച ശേഷം പുഷ്പരാജ് മുറിയിലേക്ക് കാലെടുത്തു വെച്ചു. പെട്ടെന്ന് ലിഫ്റ്റ് സീൽക്കാരത്തോടെ ഉയർന്നു പോവുകയും ചെയ്തു. തനിക്ക് പറ്റിയ അപകട നിലയെക്കുറിച്ച് അദ്ദേഹം അറിയാതെ ഓർമ്മിച്ചു പോയി. ഇങ്ങനെ ഒരു കാരാഗ്രഹത്തിൽ താൻ എത്തിയിരിക്കുന്ന വിവരം ആരും തന്നെ അറിഞ്ഞു കാണാൻ വഴിയില്ലെന്ന് ചിന്തിച്ചപ്പോൾ ഒരു ഉൾക്കിടിലമുണ്ടായി. എങ്കിലും താൻ ഏതോ ഒരു രഹസ്യ സങ്കേതത്തിലാണ് വന്നുപെട്ടിരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ ഉള്ളിൽ ഒരു സന്തോഷവും തോന്നി. ഒരുപക്ഷെ താൻ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന കേസുമായി ഈ സ്ഥലത്തിന് ബന്ധം കാണാതിരിക്കുവാൻ വഴിയില്ലെന്ന് അദ്ദേഹം ചിന്തിച്ചു. ലിഫ്റ്റ് ഉയർന്നതോടെ ആ ഭാഗം അദ്ദേഹത്തിന്റെ പിന്നിൽ മുകളിലേക്കുള്ള ഒരു ചതുരക്കുഴൽ പോലെ കാണപ്പെട്ടു. മുറിക്കുള്ളിലെ നേരിയ തണുപ്പ് എയർ കണ്ടീഷന്റേതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എങ്കിലും ഇരുളടഞ്ഞ ആ മുറിയിൽ എങ്ങോട്ട് നീങ്ങണമെന്നും ഏത് ഭാഗത്തു കൂടിയാണ് അടുത്ത മുറിയിലേക്കുള്ള വഴിയെന്നും അദ്ദേഹത്തിന് നിശ്ചയമില്ലായിരുന്നു. എന്തെങ്കിലും വിധത്തിലുള്ള അനക്കങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയാനായി അദ്ദേഹം കാതോർത്തു നോക്കി. നിശബ്ദതയിൽ ആണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് വളരെ സാവധാനം ഓരോ കാലടി വെച്ച് പുഷ്പരാജ് നടന്നു. യാതൊരു അനക്കവുമില്ലെന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം ടോർച്ച് തെളിച്ചു. തറ മൊസൈക്ക് ഇട്ടിരുന്നു. പരിഷ്കൃത രീതിയിൽ പണിതീർത്ത ആ രഹസ്യ അറയിലൂടെ അദ്ദേഹം ചുവരിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ വേറെ ഒരു ഭാഗത്തേക്കും യാതൊരുവിധ വാതായനങ്ങളും കണ്ടില്ല. എങ്കിലും ഇങ്ങനെയുള്ള ചുവരുകളിൽ ഏതെങ്കിലും ഒരു മൂലയിൽ കവാടം കാണാതിരിക്കുകയില്ലെന്ന് അദ്ദേഹത്തിന് മുൻപരിചയങ്ങൾ കൊണ്ട് അറിയാമായിരുന്നു. വളരെ സൂക്ഷ്മതയോടെ പുഷ്പരാജ് ചുവരിൽ തടവിക്കൊണ്ട് നടന്നു. അവൻ അവിടെ എവിടെയോ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്നൊരു ശബ്ദം അദ്ദേഹം കേട്ടു. ആ ശബ്ദം വന്നത് താൻ നിന്നിരുന്ന സ്ഥലത്തിനടുത്തുള്ള ചുവരിൽ കൂടിയായിരുന്നു. കാത് ചുവരിനോടടുപ്പിച്ച് അദ്ദേഹം നിന്നു. ആളെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായോ? വേറൊരു ശബ്ദം. നേരിൽ കണ്ടാൽ അറിയാം. ബോസ് സ്റ്റേഷനിൽ പോയി. വിവരങ്ങൾ അറിഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ സാവധാനം അകത്ത് കടത്തുവാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് പോലീസുകാരെ നിഷ്ക്രിയരാക്കുവാൻ കഴിഞ്ഞു? ഉവ്. അതറിഞ്ഞപ്പോ തന്നെ അവർ ബോധശൂന്യരായി. പിന്നീട് ജയിൽ റൂമിലേക്ക് ബോംബെറിഞ്ഞു. ആർക്കും ഒരു തുമ്പും ലഭിക്കാത്ത രീതിയിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എങ്കിൽ അടുത്ത പരിപാടി അയാളെ ശരിയാക്കുകയാണ്. ഒരു സ്ത്രീ ശബ്ദം പുഷ്പരാജ് കേട്ടു. പുഷ്പരാജ് സംശയിച്ചിരുന്നു. താൻ മുമ്പ് എവിടെയോ വെച്ച് കേട്ട ശബ്ദം. ആരായിരിക്കും അത്? തന്റെ പോക്കറ്റിൽ കിടന്ന സിഗരറ്റ് കേസിന്റെ വലിപ്പമുള്ള ടേപ്പ് റെക്കോർഡർ ശരിക്ക് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ അദ്ദേഹം അത് കയ്യിലെടുത്ത് നോക്കി. സ്പൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ശരി, നമുക്ക് പോകാം. സ്ത്രീയുടെ ശബ്ദം വീണ്ടും കേട്ടു. ആ ശബ്ദം പുഷ്പരാജിന് ഒരു ഉൾക്കിടിലം സൃഷ്ടിച്ചു. അവൾ വരുന്നത് താൻ നിൽക്കുന്ന ഇടുങ്ങിയ മുറിയിൽ കൂടിയായിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അവർ എങ്ങനെയും തന്നെ കണ്ടുപിടിക്കാതിരിക്കില്ല. നടന്നെടുക്കുന്ന ബൂട്ട്സിന്റെ ശബ്ദമുയർന്നു. ചുവരിനോട് ചേർന്ന് അദ്ദേഹം നിന്നു. വാതിൽ തുറക്കപ്പെട്ടു. തുറന്ന വാതിൽ പാളിയുടെ ഉള്ളിലേക്ക് അദ്ദേഹം മാറി നിന്നു. ഒരു പുരുഷനും സ്ത്രീയും വെളിയിൽ വന്നു. അവർ ലിഫ്റ്റിനടുത്തേക്ക് നീങ്ങി. അടുത്ത നിമിഷം ലിഫ്റ്റ് താണു വന്നു. അവർ ലിഫ്റ്റിൽ കയറിയെന്ന് ശബ്ദം കൊണ്ട് ബോധ്യമായപ്പോൾ പുഷ്പരാജ് മുറിക്കുള്ളിലേക്ക് കയറി വാതിലടച്ചു. മുറിക്കുള്ളിൽ നീല നിറത്തിലുള്ള ഒരു ചെറിയ ബൾബ് പ്രകാശിച്ചു നിന്നിരുന്നു. മങ്ങിയ വെളിച്ചത്തിൽ അദ്ദേഹം അതിനുള്ളിൽ ഒരു പരിശോധന നടത്തി. മേശപ്പുറത്തിരുന്ന ഒരു വെളുത്ത കടലാസ് കഷ്ണം അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അടുത്തു ചെന്ന് പരിശോധിച്ചപ്പോൾ അതിൽ യാതൊന്നും എഴുതിയിട്ടില്ലെന്ന് തോന്നി. 2-3 വളഞ്ഞ വരകൾ ആ താളിന്റെ ഓരോ മൂലയിൽ ആരോ അലക്ഷ്യമായി വരച്ചിരുന്നു. അത് മടക്കി പോക്കറ്റിലിട്ട ശേഷം അദ്ദേഹം മുറിയുടെ മൂലയിൽ വച്ചിരുന്ന ഒരു വലിയ പെട്ടിയുടെ അടുത്തേക്ക് ചെന്നു. പെട്ടിയുടെ അടപ്പ് തുറക്കുവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. പെട്ടിയുടെ മൂടി തുറന്നു. ധീരനായ പുഷ്പരാജ് ഞെട്ടിവിറച്ചു പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ വസ്തു അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ കൂടി ഒരു വിദ്യുത് പ്രവാഹം കടത്തിവിട്ടു. പരിഷ്കൃതമായ ഈ ഹോട്ടലിന്റെ അടിത്തട്ടിൽ ഈ വസ്തു എപ്രകാരം എത്തി? ഇത്ര ഭദ്രമായി ഇതിവിടെ സൂക്ഷിക്കുവാനുള്ള കാരണം എന്തായിരിക്കും? പുറത്തുനിന്ന് നോക്കിയാൽ ദേവലോകം പോലെ കാഴ്ച നൽകുന്ന ആ ഹോട്ടലിന്റെ അടിത്തട്ടിൽ ഭയങ്കരമായ ഈ വസ്തു എന്തിനു ഭദ്രമായി സൂക്ഷിച്ചു വെക്കുന്നു? ഒരു പ്രേതാലയത്തിൽ മാത്രം വയ്ക്കേണ്ടത് എന്തിനിവിടെ കൊണ്ടുവന്നു? കൊള്ളാം, എത്തേണ്ടടുത്ത് എത്തിച്ചേർന്നു. പിന്നിൽ ഒരു പരുക്കൻ ശബ്ദം കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി. ദീർഘായനായ ഒരാൾ തന്റെ നേർക്ക് വലതു കൈയിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു കഠാരയുമായി നിൽക്കുന്നു. തീപ്പന്തം പോലെ ജ്വലിക്കുന്ന അവന്റെ കണ്ണുകൾ പുഷ്പരാജിന്റെ നയനങ്ങളുമായി ഇടഞ്ഞു. അവൻ യാതൊന്നും സംസാരിക്കാതെ അദ്ദേഹത്തിന്റെ നേർക്ക് ചാടി വീണു. പോക്കറ്റിൽ വിശ്രമിക്കുന്ന തന്റെ കൈത്തോക്കെടുക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിന്റെ കഴുത്തിനടുത്തുകൂടി കത്തി കടന്നുപോയി. കയ്യിലിരുന്ന ടോർച്ച് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം. ലൈറ്റ് കടാരയുമായി ഏറ്റുമുട്ടി. രണ്ടുപേരുടെയും കയ്യിലെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. എതിരാളിയുമായി ഉഗ്രമായ ഒരു പോരാട്ടം അവിടെ നടന്നു.
കയ്യിലിരുന്ന കത്തി ചുവരിലെ മൊസൈക്കിൽ തട്ടി നിലത്ത് വീണു തിളങ്ങി. ഒരു വികൃതമായ അട്ടഹാസത്തോടെ അവൻ തന്റെ ബൂട്ട്സ് നിലത്ത് അമർത്തി ചവിട്ടി. പുഷ്പരാജ് താഴേക്ക് പോയി. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് തന്റെ എതിരാളിയുടെ ഷൂസിലേക്ക് നോക്കി. സ്രാവിന്റെ കൊമ്പ് പോലെ ഒരായുധം ഷൂസിന് മുന്നിൽ നീണ്ടു നിൽക്കുന്നത് കണ്ടു. അതിന്റെ മുന്നിലുള്ള കറുത്ത നിറം അദ്ദേഹത്തിൽ ഭീതി ഉളവാക്കി. വിഷലിപ്തമായ ഒരായുധമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. രണ്ടടിയോളം പിന്നോട്ട് മാറി അവന്റെ കണ്ണുകളുടെ ശ്രദ്ധ പറ്റാതെ അദ്ദേഹം കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. ഒരു മിനിറ്റ് സമയം അവരുടെ കണ്ണുകൾ മധ്യത്തിൽ ബന്ധിച്ചു നിന്നു. പുഷ്പരാജിന്റെ വലതുകൈ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ആയുധം വലിച്ചെടുത്തു. ഒരു സിഗാർ ലൈറ്ററിന്റെ ആകൃതിയുള്ള ആ ചെറിയ വസ്തു അദ്ദേഹം എതിരാളിയുടെ പാദത്തിന് നേരെ എറിഞ്ഞു. നിലത്ത് വീണതും അത് ശക്തിയായി പൊട്ടിത്തെറിച്ചതും ഒപ്പമായിരുന്നു. അവൻ പിന്നോട്ട് ചാടിയ ഉടനെ വലതുവശത്ത് കിടന്ന കസേരയെടുത്ത് അദ്ദേഹം അവനെ നേരിട്ടു. അവൻ വലതുകാൽ കൊണ്ട് ആഞ്ഞു തൊഴിച്ചു. പുഷ്പരാജ് സമർത്ഥമായി കസേര കൊണ്ട് അവനെ നേരിട്ടു. ഷൂസിലുണ്ടായിരുന്ന ആയുധം കസേരയിൽ താണുകയറി. അവൻ വലിച്ചൂരുന്നതിനു മുമ്പായി അദ്ദേഹം അവനെ ആക്രമിച്ച് അവശനാക്കി. നിലത്തു വീണ അവൻ തന്റെ അവസാന ആയുധം കയ്യിലെടുത്തു. കയ്യിൽ കിടന്ന വാച്ച് അവൻ ഊരിയെടുത്ത് അതിൽ ശ്രദ്ധിച്ചു. അതൊരു ബോംബായിരുന്നുവെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അവൻ അതിന്റെ പിന്ന് വലിച്ചൂരാൻ ഭാവിക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അവനെ എതിർക്കാൻ പറ്റിയ അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് നിരാശ തോന്നി. നേരിട്ടടുത്താലും പ്രയോജനമില്ലാത്തൊരു സന്ദർഭമായിരുന്നു അത്. രക്ഷയില്ലാതെ വന്നാൽ തന്നെ അപകടപ്പെടുത്തുന്നതോടൊപ്പം സ്വയം മരിച്ചുകൊള്ളാനും നിർദ്ദേശം അവന് കിട്ടിയിരിക്കുമെന്ന് പുഷ്പരാജ് ഊഹിച്ചു. അവൻ വാച്ച് ചുണ്ടിലേക്ക് അടുപ്പിച്ചതും മുറിക്കുള്ളിൽ വെടിപൊട്ടിയതും ഒപ്പമായിരുന്നു. അവൻ നിലത്ത് കിടന്ന് പുളയുന്നത് അദ്ദേഹം കണ്ടു. അവന്റെ മാറിൽ നിന്ന് കട്ട രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. അവൻ തന്റെ കാലുകൾ നിലത്തടിച്ച് അലറിക്കൊണ്ടിരുന്നു. പുഷ്പരാജ് വെടിശബ്ദം എവിടെ നിന്നാണ് കേട്ടതെന്നറിയാൻ പരതി നോക്കി. സൗദാമിനി ചിരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു. സൗദാമിനി? പുഷ്പരാജ് മന്ത്രിച്ചു. എന്നാൽ അവളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നില്ല. അപകടം നിറഞ്ഞ ഈ സ്ഥലത്ത് അവൾ എപ്രകാരം കടന്നുവെന്നുവെന്ന് ചിന്തിച്ചപ്പോൾ പുഷ്പരാജ് അത്ഭുതപ്പെട്ടുപോയി. വരൂ, നമുക്ക് മുകളിലേക്ക് പോകാം. അവൾ അദ്ദേഹത്തെ ക്ഷണിച്ചു. പുഷ്പരാജ് നടക്കുവാൻ ശ്രമിച്ചു. പക്ഷേ വലതുകാൽ നിലത്തുനിന്ന് ഉയർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സൗദാമിനി അടുത്തു വന്നു പരിശോധിച്ചു. സാരമില്ല, കാലിൽ ഒരു ഉളുക്ക് പറ്റിയിട്ടുണ്ട്, ഞാൻ പിടിച്ചുകൊള്ളാം. അവൾ പുഷ്പരാജിന്റെ വലതുകൈ തോളിലിട്ട് സാവധാനം ലിഫ്റ്റിനടുത്തേക്ക് നടന്നെത്തിയപ്പോൾ അത് മുകളിലേക്ക് ഉയർന്നു. സൗദാമിനി എപ്രകാരം താഴെ എത്തിയതെന്ന് അദ്ദേഹത്തിന് ഒരു പിടിയും കിട്ടിയില്ല. മുറിക്കുള്ളിൽ വെടിശബ്ദം കേൾക്കുകയും തന്നെ നേരിട്ടുകൊണ്ടിരുന്നവൻ താഴെ വീണു ഉരുളുന്നതും അദ്ദേഹം കണ്ടതാണ്. മുകളിലെത്തിയ ഉടനെ സൗദാമിനി പുഷ്പരാജിനെ നടക്കുവാൻ സഹായിച്ചു. അവൾ അദ്ദേഹത്തെ നടത്തി അവളുടെ മുറിയിൽ കൊണ്ടുപോയി. അവിടെ ഇരിക്കൂ, അവൾ അദ്ദേഹത്തോട് പറഞ്ഞു. പുഷ്പരാജ് കിടക്കയിലിരുന്നു. സൗദാമിനി അദ്ദേഹത്തിന്റെ വലതുകാലിലെ ഷൂസ് അഴിച്ചു മാറ്റി. സോക്സും അഴിച്ചു കഴിഞ്ഞപ്പോൾ കാലിന്റെ മടമ്പിൽ വേദന അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അവൾ കൈകൊണ്ട് കാലിൽ മൃദുവായി തലോടിയ ശേഷം പെട്ടെന്ന് വിരൽ പിടിച്ച് ശക്തിയായി വലിച്ചു കുടഞ്ഞു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നിലത്ത് ചവിട്ടി നോക്കൂ, അവൾ ആവശ്യപ്പെട്ടു. പുഷ്പരാജ് എണീറ്റ് നടന്നു നോക്കി. അദ്ദേഹത്തിന്റെ കാലിലെ വേദന അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു ഡോക്ടറുടെ സാമർഥ്യത്തോടെ അവൾ ശുശ്രൂഷിച്ചതിനാൽ പുഷ്പരാജിന് ആദരവ് തോന്നി. ഭവതി എപ്രകാരമാണ് അവിടെ വന്നത്? വേദന മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു. ഞാൻ ഇന്നിവിടെ മുറിയെടുത്തിരുന്നു. കുറെ മുമ്പ് ലിഫ്റ്റ് മുകളിലേക്ക് വരുന്നതും അതിൽ നിന്ന് ഒരു സ്ത്രീയും പുരുഷനും പുറത്തേക്ക് വന്ന് സംസാരിച്ചുകൊണ്ട് എന്റെ മുറിക്കടുത്തുകൂടി പോയി. ഞാൻ നാളെ രാവിലെ കോട്ടയത്തെത്തി ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ അച്ഛൻ മരിച്ച ശേഷം സ്വത്തുക്കൾ മുഴുവൻ ഞാൻ അനുഭവിച്ചു വരികയായിരുന്നു. അതിൽ പകുതി ഇപ്പോ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന എന്റെ സഹോദരിക്കുള്ളതാണ്. അവർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അവരുടെ വീതത്തിലുള്ള വസ്തുവകൾ വിറ്റ് അവർ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് വക്കീലുമായി ആലോചിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. വക്കീലിനെ കണ്ടു. നാളെ തിരികെ പോകണം. അവൾ കുളിമുറിയിലേക്ക് കയറിപ്പോയി. പുഷ്പരാജ് അവൾ പോയ വഴിക്ക് തന്നെ കുറെ സമയം നോക്കിയിരുന്നു. അല്പം കഴിഞ്ഞ് ലോലമായ ഒരു രാത്രി വസ്ത്രവും ധരിച്ച് അവൾ ഇറങ്ങി വന്നു. കത്തുന്ന വൈദ്യുത വിളക്കിന്റെ പ്രകാശവീചികൾ അവളുടെ രാത്രി വസ്ത്രത്തിന്റെ ഇഴകളും കടന്ന് അവളുടെ മാംസലമായ ശരീരഭാഗങ്ങളിൽ ഉമ്മ വെച്ചു. ഈ ഹോട്ടലിനെ കുറിച്ച് ഭവതിയുടെ അഭിപ്രായം എന്താണ്? പുഷ്പരാജ് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അവൾ തിരക്കി. ഭവതി അടിവശത്തെ ഭൂഗർഭ മുറിയിൽ വന്നത് തന്നെ അതിനൊരു ഉദാഹരണമല്ലേ? പുഷ്പരാജ് അവളുടെ മിഴികളിൽ തന്നെ ദൃഷ്ടി പതറാതെ ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ സാധാരണ ഇവിടെ താമസിക്കാറുള്ളതാണ്. ഇന്നാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അത് ഭവതി പറഞ്ഞത് തെറ്റാണ്, പുഷ്പരാജ് ഇടയ്ക്ക് കയറി പറഞ്ഞു. അതെന്താ?
അവൾ ചോദിച്ചു. അന്നൊരു രാത്രിയിൽ ഭവതി തന്നെയല്ലേ പറഞ്ഞത് ഈ ഹോട്ടലിൽ തന്നെ ഏതോ മുറിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടെന്ന്? അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് യാതൊരു പിടിയും കിട്ടിയില്ലെന്ന്? ഉവ്വ്, ശരിയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞു, അവൾ സമ്മതിച്ചു. പക്ഷെ അതൊരു തോന്നലാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അത് കള്ളമാണ് ഭവതി പറഞ്ഞത്. ആ ശബ്ദം ഞാനും കേട്ടു. ഒരു സ്ത്രീ ഈ ഹോട്ടലിലെ 13-ാം നമ്പർ മുറിയിൽ വെച്ച് മരണമടഞ്ഞിട്ടുണ്ട്. അവളുടെ മൃതശരീരം ഇപ്പോഴും കണ്ടെടുത്തിട്ടില്ല. അവളിൽ നിന്നും എന്തെങ്കിലും രഹസ്യ വിവരം ലഭിക്കുമെന്ന ആഗ്രഹത്തിലാണ് പുഷ്പരാജ് അവളെ ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്നത്. അവൾക്ക് ആ സംഭവവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് മന്ത്രിച്ചു. ഭവതിക്ക് ഈ ഹോട്ടലുമായി ചില ബന്ധങ്ങളുണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. അത് ശരിയാണെന്ന് ഇപ്പോൾ നടന്ന ചില സംഭവങ്ങൾ സൂചന നൽകുന്നുണ്ട്. അദ്ദേഹം അവളുടെ ആകാരവടിവിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. ഇല്ല, എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. എങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറയൂ. അദ്ദേഹം ജനാലയ്ക്കരികിൽ പോയി നിമിഷങ്ങളോളം നിന്നു. സൗദാമിനി കസേരയിൽ നിന്ന് എണീറ്റ് പുഷ്പരാജിന്റെ അടുത്തെത്തി അദ്ദേഹത്തോട് ചേർന്ന് നിന്നു. എന്താണ് അങ്ങേക്ക് അറിയേണ്ടത്? അവൾ തിരക്കി. ഭവതി ഇന്ന് എത്ര മണിക്കാണ് ഇവിടെ വന്നത്? രാത്രി 8 മണി കഴിഞ്ഞു. ഇന്ന് വക്കീലിനെ കണ്ടത് എത്ര മണിക്കാണ്? ഉദ്ദേശം 5 മണിയായി കാണും. ഭവതി ഈ ഹോട്ടലിൽ തന്നെ സ്ഥിരമായി താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ലിഫ്റ്റ് തുറന്ന് രണ്ടുപേർ നടന്നു പോകുന്നത് കണ്ടുവെന്ന് പറഞ്ഞല്ലോ. അതിലൊരാൾ സ്ത്രീ ആയിരുന്നുവെന്നും പറഞ്ഞല്ലോ. അതാരാണെന്ന് ഭവതിക്ക് അറിയാമോ? അറിഞ്ഞുകൂടാ. അവരെ ഇനി ഒരു ദിവസം കണ്ടാൽ തിരിച്ചറിയുമോ? അറിയും. ഒരു വെളുത്തു മെലിഞ്ഞ സ്ത്രീയായിരുന്നു. ഒരു പച്ച സാരിയാണ് അവർ ധരിച്ചിരുന്നത്, അല്ലേ? പുഷ്പരാജ് ചോദിച്ചു. അതെ, ശരിയാണ്. അത് പറഞ്ഞ ശേഷം അവൾ ചുവരിലേക്ക് അറിയാതെ ശ്രദ്ധിച്ചു. കൂടെ നടന്നിരുന്ന ആളൊരു തടിച്ച മനുഷ്യനായിരുന്നു, അല്ലേ? വീണ്ടും അവളുടെ നേരെ തിരിഞ്ഞു. അതെ അതെ, അവൾ പരിഭ്രമത്തോടെ ചുവരിലേക്ക് നോക്കി. ഈ അവസരത്തിൽ ഫോൺ 2 തവണ അടിച്ചു. പുഷ്പരാജ് റിസീവർ എടുക്കാനാഞ്ഞു. മണിയടി ശബ്ദം ഉടൻ നിലയ്ക്കുകയും ചെയ്തു. അയാൾ എന്താണ് സംസാരിച്ചതെന്ന് ഭവതിക്ക് അറിയാമോ? അറിഞ്ഞുകൂടാ. മുഖത്ത് പെട്ടെന്നൊരു കാളിമ പരന്നു. അയാൾ ഒരു കറുത്ത കോട്ട് ധരിച്ചിരുന്നു, ഇല്ലേ? പുഷ്പരാജ് അവളുടെ പരിഭ്രമം മനസ്സിലാക്കിയിരുന്നില്ല. ഉവ്, ഇല്ല, എനിക്ക് അറിഞ്ഞുകൂടാ, അവൾ വിക്കി വിക്കി പറഞ്ഞു. ഭവതി എന്തിനെയോ ഭയപ്പെടുന്നുണ്ട്. സാരമില്ല, ഞാൻ സഹായിക്കാം, പുഷ്പരാജ് അവൾക്ക് ധൈര്യം പകരുന്ന രീതിയിൽ പറഞ്ഞു. ഫോൺ ബെൽ വീണ്ടും മുഴങ്ങി. 2 പ്രാവശ്യം ശബ്ദിച്ച ശേഷം അതും നിശ്ചലമായി. അതെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ സൗദാമിനി റിസീവർ എടുക്കുവാൻ തുനിഞ്ഞതുമില്ല. പെട്ടെന്ന് മുറിക്കുള്ളിലെ ലൈറ്റ് അണഞ്ഞു. അയ്യോ, സൗദാമിനി ഉച്ചത്തിൽ വിളിച്ചു. പുഷ്പരാജ് അവളുടെ ചുമലിൽ കടന്നു പിടിച്ചു. പിന്നിൽ നിന്നും ഒരു പ്രഹരമേറ്റ് പുഷ്പരാജ് നിലം പതിച്ചു. അപ്രതീക്ഷിതമായി സംഭവിച്ച ആഘാതം അദ്ദേഹത്തെ അബോധാവസ്ഥയിൽ എത്തിച്ചു. എത്ര സമയം ആ നിലയിൽ കിടന്നുവെന്ന് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നില്ല. ബോധം വീണ്ടു കിട്ടിയപ്പോൾ ഇടുങ്ങിയ മുറിയിൽ വെറും തറയിൽ കിടക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. 4 വശവും കുമ്മായം തേക്കാത്ത ഒരു കരിങ്കൽ കിടങ്ങിൽ ഒരു തടങ്കൽ സ്ഥിതിയിലായിരുന്നു അദ്ദേഹം. ചുവരിനോട് ചേർന്ന് മാറാല പിടിച്ചു കിടന്ന ഒരു വൈദ്യുത വിളക്കിൽ നിന്നും നിർഗളിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശം മുറിക്കുള്ളിലൊരു മഞ്ഞ വെളിച്ചം വിതറിയിരുന്നു. ഒരു വശത്ത് ജയിൽ വാതിൽ പോലെ കമ്പികൾ പാകിയ ഒരു വാതായനവും കൈയെത്തുന്ന ഉയരത്തിനു മുകളിൽ അരയടി വിടവുള്ള ഒരു വെന്റിലേഷനുമായിരുന്നു വായു കടക്കാനുള്ള ഏക മാർഗമായി മുറിയിലുണ്ടായിരുന്നത്. പുറത്തെന്താണെന്നും താനിപ്പോൾ എവിടെയാണെന്നും അദ്ദേഹത്തിന് നിശ്ചയമില്ലായിരുന്നു. തന്റെ കൂടെ ഹോട്ടൽ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്ന സൗദാമിനിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ അദ്ദേഹത്തിന് ഉത്കണ്ഠയുണ്ടായി. ലൈറ്റ് പോയതും താൻ അവളുടെ ചുമലിൽ കടന്നു പിടിച്ചതും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു. ഒരുപക്ഷെ സൗദാമിനി ആയിരിക്കുമോ തന്നെ ഈ അപകടത്തിൽ കൊണ്ടുചെന്നെത്തിച്ചത്? അങ്ങനെയാണെങ്കിൽ അപകടകരമായ ഒരു പരിതസ്ഥിതിയിൽ നിന്നും തന്നെ അവൾക്ക് രക്ഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ചിലപ്പോൾ തന്റെ എതിരാളികളിൽപ്പെട്ട ഒരു അംഗമായിരിക്കുവാൻ വഴിയുണ്ട്. തന്നോട് തോന്നിയ ഒരു പ്രത്യേക താല്പര്യത്തിന്റെ പിന്നിൽ രക്ഷിച്ചതായിരിക്കാനും മതി. താൻ ഈ അറിയപ്പെടാത്ത അറയിലാണെന്ന് സുഹൃത്തുക്കൾക്ക് അറിഞ്ഞുകൂടാ. ഏതു തരത്തിലെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെട്ടേ മതിയാവൂ എന്ന് പുഷ്പരാജ് നിശ്ചയിച്ചു. വാതിലിനപ്പുറം ഇരുൾ നിഴലായി രൂപം കൊണ്ടിരുന്നു. കമ്പി എഴിയിൽ പിടിച്ച അദ്ദേഹം പുറത്തേക്ക് കണ്ണോടിച്ചു. യാതൊന്നും കണ്ടുകൂടാ. തണുത്ത കാറ്റ് മാത്രം അല്പാൽപ്പം പുറത്തേക്ക് പോകുന്നുണ്ട്. വെന്റിലേഷനിൽ കുറുകെ വലിഞ്ഞു നിന്നിരുന്ന ചിലന്തി വലയുടെ ചലനം കൊണ്ട് അത് മനസ്സിലാകുന്നുണ്ട്. കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് തടഞ്ഞു നോക്കി. ഒരു താഴിട്ട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. താക്കോൽ ഉണ്ടെങ്കിൽ കൂടി അകത്തുനിന്ന് തുറക്കുവാൻ വയ്യാത്ത രീതിയിലാണ് അതിന്റെ ക്രമീകരണം. തലയ്ക്ക് പിന്നിൽ ഒരു നനവ് അനുഭവപ്പെട്ടപ്പോൾ
പുഷ്പരാജ് ഇടതുകൈ കൊണ്ട് തടവി നോക്കി. രക്തം കിനിയുന്നുണ്ട്. ധരിച്ചിരുന്ന ഷർട്ടൂരി ലൈറ്റിനടുത്ത് വന്ന് അദ്ദേഹം നിവർന്നു. പിൻഭാഗം രക്തക്കറ കട്ടിപിടിച്ചുണ്ടാക്കിയ പാടുകളുണ്ട്. അപ്പോഴാണ് അദ്ദേഹം കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിലേക്ക് ശ്രദ്ധിച്ചത്. മണി 2:10. ഒരു പകലും 2 രാത്രിയുടെ പകുതിയും താൻ ഈ തറയിലായിരുന്നുവെന്ന് അപ്പോഴാണ് അദ്ദേഹം ഓർമ്മിച്ചത്. ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. തന്റെ പോക്കറ്റിൽ കിടന്നിരുന്ന റിവോൾവറും സിഗരറ്റ് കേസും അപഹരിക്കപ്പെട്ടിരിക്കുന്നു. പരാശ്രയം കൂടാതെ രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. നിരാശ ഒരു ഞാഞ്ഞൂലിനെ പോലെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൂടി അരിച്ചരിച്ചാക്രമിച്ചു. വെന്റിലേഷനിൽ കൈയെത്തിപ്പിടിക്കുവാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും പരാജയപ്പെട്ടു. ഏതെങ്കിലും തരത്തിലുള്ള ആയുധം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ അദ്ദേഹം മുറിയുടെ തറയിലെല്ലാം തിരഞ്ഞു നോക്കി. ഒടുവിൽ പരുക്കൻ തറയിൽ കൂടി കൈ ഓടിച്ചു. യാദൃച്ഛികമായി സിമന്റ് അടർന്ന ഒരു ഭാഗത്ത് വിരൽ സ്പർശിച്ചു. കുനിഞ്ഞിരുന്ന് അദ്ദേഹം പരിശോധിച്ചു. 6 അടി നീളം, 2 അടി വീതിയിൽ ആകെയുള്ള ക്രമീകരണത്തിൽ ഒരു വൈവിധ്യം അദ്ദേഹം കണ്ടു. പൊടിഞ്ഞിരിക്കുന്ന ഭാഗത്ത് വിരൽ കടത്തി മുകളിലേക്ക് ഉയർത്തുവാൻ ശ്രമിച്ചു. അതൊരു പ്രത്യേക സ്ലാബ് വാർത്തിരിക്കുകയാണെന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹത്തിൽ വളർന്നുകൊണ്ടിരുന്ന ആശങ്കയ്ക്ക് ശമനം ലഭിച്ചു. സാധാരണ ഇപ്രകാരമുള്ള ഇരുട്ടറകളിൽ അടിവശത്തേക്കോ മുകൾ വശത്തേക്കോ രക്ഷപ്പെടാനുള്ള ഒരു വാതായനം കാണുക പതിവുള്ളതാണ്. ഏതെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടി അത് നിർമ്മിച്ചവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധി എന്നവണ്ണം അത് പരമരഹസ്യമായിരിക്കണം. സിമന്റ് അടർന്നു കിടക്കുന്നത് തന്റെ ഭാഗ്യത്തിനായിരിക്കണമെന്ന് പുഷ്പരാജ് കരുതി. പണ്ടുള്ള കൊട്ടാരങ്ങൾക്ക് ഇങ്ങനെയുള്ള അറകളും രഹസ്യമാർഗങ്ങളും ഉണ്ടായിരുന്നതായി പുഷ്പരാജ് വായിച്ചിട്ടുണ്ട്. ഒരു കമ്പി ഇളക്കിയെടുത്താൽ സിമന്റ് കൊണ്ടുള്ള പലക ഉയർത്തി മാറ്റാമെന്ന് പുഷ്പരാജിന് നിശ്ചയമുണ്ടായിരുന്നു. വാതിലിൽ പാകിയിരുന്ന കമ്പികളിൽ പുഷ്പരാജ് ഒരു പരീക്ഷണം നടത്തി നോക്കി. അത് നിഷ്പ്രയോജനമായി. ഇനി ഏക ആശ്രയമായി അവശേഷിക്കുന്നത് വെന്റിലേഷനുള്ള കമ്പികളാണ്. എന്നാൽ അത് കൈയെത്താവുന്നില്ല അധികം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. രക്ഷപ്പെടാനുള്ള ആഗ്രഹവും കമ്പി എങ്ങനെയെങ്കിലും അടർത്തിയെടുക്കാമെന്നുള്ള ഉത്തമ വിശ്വാസവും പുഷ്പരാജിന് ധൈര്യം പകർന്നു. വെന്റിലേഷന് അടിയിൽ ചെന്ന് നിന്ന് പുഷ്പരാജ് കുറെ സമയം ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തിയ ശേഷം മുകളിലേക്ക് ചാടി. കുറുക്കിക്കൊണ്ട ആ ചാട്ടത്തിൽ 2 കമ്പികളിലും പുഷ്പരാജിന് പിടുത്തം ലഭിച്ചു. കമ്പിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ശ്വാസം പിടിച്ചുയർന്നു. ഇടതുകൈയിൽ ബലം കേന്ദ്രീകരിച്ച ശേഷം വലതുകൈ കൊണ്ട് പിടിച്ചിരുന്ന കമ്പിയിൽ പുഷ്പരാജ് തന്റെ സർവ്വശക്തി ഉപയോഗിച്ച് പുറത്തേക്ക് തള്ളി. കൈത്തണ്ടയിൽ നീല ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. മാംസപേശികൾ ഉരുണ്ടുകൂടി. കമ്പി ഉറപ്പിച്ചിരുന്ന തടിയിൽ നിന്നും അടിവശം ഉയർന്നു. വളരെ കാലമായി പെയിന്റ് അടിക്കാതിരുന്നതുകൊണ്ട് കമ്പി തുരുമ്പ് പിടിച്ചിരുന്നു. അടിവശം അടർത്തിയപ്പോൾ പുറത്തേക്ക് തള്ളിയ കമ്പി പുഷ്പരാജ് അകത്തേക്ക് വലിച്ചു. കമ്പി അടർന്ന് അതിൽ പ്രയോഗിച്ച സമ്മർദ്ദം മൂലം പുഷ്പരാജ് താഴേക്ക് വീണു. ഇടതു കൈത്തലത്തിൽ നിന്നും രക്തം വാർന്നു. ഒരു 303 റൈഫിൾ ലഭിച്ചതുപോലുള്ള ആഹ്ലാദം അദ്ദേഹത്തിനുണ്ടായി. കമ്പി കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം കുറെ സമയം നിശ്ചലനായിരുന്നു. താൻ അത് അടർത്തിയെടുത്തപ്പോഴുണ്ടായ നേരിയ ശബ്ദം കേട്ട് ആരെങ്കിലും കടന്നു വരുന്നുവോ എന്നറിയുവാൻ ചില നിമിഷങ്ങൾ അദ്ദേഹം കാത്തു. ആരും മുറിയെ സമീപിക്കുന്നില്ലെന്നും ബോധ്യമായപ്പോൾ തന്റെ വിലയേറിയ സിമന്റ് പാളിയെ സമീപിച്ചു. അടർന്നു പോയ ഭാഗത്ത് കമ്പിയുടെ മുന കടത്തി അദ്ദേഹം മുകളിലേക്ക് ഉയർത്തി നോക്കി. പാളി ഉയർന്നു വന്നു. 4 ഇഞ്ച് പൊങ്ങിയപ്പോൾ ഇടതുകൈ ഉള്ളിൽ ചെലുത്തി അദ്ദേഹം സ്ലാബ് പൊക്കി ഒരു വശത്തേക്ക് മറിച്ചു. ശുഭപ്രതീക്ഷയോടെ അതിനുള്ളിലേക്ക് നോക്കി. അടിയിൽ നിന്നും വായുപ്രവാഹം ഇല്ലെന്ന് കണ്ടപ്പോൾ അതും പ്രയോജനമില്ലാത്ത ഒരു പ്രവൃത്തിയായി പരിണമിച്ചുവെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിനുള്ളിൽ കൈയിട്ട് നോക്കി. സർപ്പദംശനമേറ്റതുപോലെ പെട്ടെന്ന് പുഷ്പരാജ് കൈ പിൻവലിച്ചു. കയ്യിൽ കിട്ടിയ വസ്തു അദ്ദേഹം ഉയർത്തി. അതൊരു തലയോട്ടിയായിരുന്നു. വൃത്താകാരത്തിൽ കുഴിഞ്ഞിരിക്കുന്ന കണ്ണുകൾ, ത്രികോണാകൃതിയിൽ താഴ്ന്നിരിക്കുന്ന നാസികാഭാഗം, അതിനു താഴെ വികൃതമായ മേൽത്താടി, കീഴ്ത്താടി അടർന്നു പോയിരുന്നു. അതൊരു ശവക്കല്ലറയായിരുന്നു എന്ന് ബോധ്യമായപ്പോൾ പുഷ്പരാജിന് നിരാശയും ഭീതിയും തോന്നി. എങ്ങനെയെങ്കിലും അതിൽ നിന്നും രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്നുള്ള ആവേശം അദ്ദേഹത്തിന്റെ ഉള്ളിൽ വളർന്നു. വിളക്കിന് താഴെ കൊണ്ടുവന്ന് അദ്ദേഹം ആ തലയോട്ടി പരിശോധിച്ചു. പല്ലുകളുടെ ഘടന പരിശോധിച്ചാൽ അതൊരു സ്ത്രീയുടെ ശിരസായിരിക്കുമെന്ന് അദ്ദേഹം മോഹിച്ചു. അത്രയ്ക്ക് ആകൃതി വടുവത്തതും ചെറുതുമായിരുന്നു. പല്ലുകൾ ദ്രവിച്ചിട്ടില്ലാത്തതിനാൽ അധിക നാള് അതിന് പഴക്കമില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. 2 ദിവസം മുമ്പ് ഹോട്ടൽ മുറിയുടെ അടിവശത്തുള്ള അറയിൽ ഇരുന്ന പെട്ടിയുടെ ഓർമ്മ അദ്ദേഹത്തിന്റെ സ്മൃതിമണ്ഡലത്തിൽ കടന്നു വന്നു. അതിനുള്ളിലും ഒരു അസ്ഥിപഞ്ജരമായിരുന്നു അടക്കം ചെയ്തിരുന്നത്. അതും സ്ത്രീയുടേതായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ താനിപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് ഹോട്ടൽ സൈക്കോയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമായിരിക്കുമെന്ന് പുഷ്പരാജ് അനുമാനിച്ചു. സ്ത്രീകൾക്ക് മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യാഹിതത്തെക്കുറിച്ച് പുഷ്പരാജ് ആലോചിച്ചപ്പോൾ സുന്ദരിയായ സൗദാമിനിയുടെ ഓർമ്മ
അദ്ദേഹത്തിന്റെ സ്മൃതിമണ്ഡലത്തിൽ കടന്നു വന്നു. സൗദാമിനിക്ക് എന്ത് സംഭവിച്ചിരിക്കും? തന്നെ ഒരപകടത്തിൽ നിന്ന് അവൾ ഒരിക്കൽ രക്ഷിച്ചതാണ്. അതിനുള്ള ശിക്ഷ അവൾക്ക് ലഭിച്ചിരിക്കുമോ? ഒരു ടോർച്ച് ലഭിച്ചിരുന്നെങ്കിൽ കല്ലറയ്ക്കുള്ളിൽ ഒരു പരിശോധന നടത്താമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. തന്നെ നിരായുധനാക്കിയ ശേഷമാണ് അവർ ഇതിനുള്ളിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായി സംഭവിക്കുന്ന ഒരപകടമാണ്. തലയോട് കല്ലറയ്ക്കുള്ളിൽ നിക്ഷേപിച്ച ശേഷം സ്ലാബ് പഴയപടി അദ്ദേഹം മൂടി. പെട്ടെന്ന് ഒരു ചങ്ങല വലിക്കുന്ന ശബ്ദം അദ്ദേഹത്തിന്റെ കാതുകളിൽ പതിച്ചു. ശ്രദ്ധിച്ചപ്പോൾ വളരെ സമീപത്തു നിന്നാണ് ആ ധ്വനി മുഴങ്ങിയതെന്ന് മനസ്സിലായി. ആ ശബ്ദം വെന്റിലേഷനിൽ കൂടിയാണ് കടന്നു വന്നത്. ആ ശബ്ദവും അവസാനിച്ചു. ആരെയോ ബന്ധിച്ചിട്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. സൗദാമിനി ആയിരിക്കുമോ? തന്നെയും അവളെയും അവർ ശിക്ഷിച്ചതായിരിക്കണം. തന്നെ അവർ സഹായിച്ചതായിരിക്കാമെന്ന് എതിരാളികൾക്ക് ബോധ്യപ്പെട്ടിരിക്കും. ഒരു ശബ്ദം കേട്ട് പുഷ്പരാജ് തിരിഞ്ഞു നോക്കി. ശക്തിയേറിയ ഒരു ടോർച്ചിന്റെ പ്രകാശം അദ്ദേഹത്തിന്റെ മുഖത്ത് പതിഞ്ഞു. അതിന്റെ ഉടമ ആരായിരിക്കുമെന്ന് അറിയാനുള്ള തിടുക്കത്തോടെ അദ്ദേഹം എണീറ്റ് വാതിൽക്കിലേക്ക് നടന്നു. ആരത്? പുഷ്പരാജ് അറിയാതെ പോക്കറ്റിൽ വലതുകൈ തിരികെ കയറ്റി. തന്റെ റിവോൾവർ നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഓർമ്മിച്ചു. ശബ്ദിക്കരുത്! പുറത്ത് താക്കോൽ താഴിൽ തിരിയുന്ന കിരികിരാ ശബ്ദം ഉയർന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.